खुड़िया बोल लगा हाँ और टमाटो खुड़ी वाला हाँ इसका सीजन है क्या समझा नहीं कुछ टोली प्रश्न लिया বাংলা হিন্দি তো বুঝি না বাংলা বলে आप बांग्लादेश से आया আমাদের বাড়ি কলকাতা कोलकाता হ্যাঁ अच्छा വെൽക്കം ബാക്ക് അഗൈൻ ദിൽഷാദാണേ ഞാൻ ആസാമിൽ ബാർപെട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ബാർപെട്ടയിലെ നമ്മുടെ ദാറുൽ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ക്യാമ്പസിൽ 3 ദിവസം ഇവിടെ എത്തിയിട്ട് ഇന്ന് നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. നമ്മളെ ഈ 3.5 മാസക്കാലത്തെ യാത്രക്ക് അവസാനമായി. ഇന്ന് നേരെ ഇനിയുള്ള യാത്രകൾ തിരിച്ച് നാട്ടിലേക്കുള്ളതാണ്. അപ്പം സിലിഗുരി പോകണം. സിലിഗുരി ഇന്ന് എത്തൂല, കാരണം കുറച്ച് തോനെ ഓടാണ്ട്, 450 കിലോമീറ്റർ ഓടാണ്ട്. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നമുക്ക് സ്റ്റേ ചെയ്യാം, കാഴ്ചകളെ കണ്ടിങ്ങനെ പോവാം. വേറെ എവിടെയും ബോർഡറിൽ ചെക്ക് പോസ്റ്റിലും ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. തേനീച്ചക്കൂടാണ് കേട്ടത്. ഇത്ര അടുത്തുനിന്ന് തേനീച്ചക്കൂട് കാണാൻ പറ്റിയ വലിയൊരു ഭാഗ്യം. കുത്താത്ത തേനീച്ചനെ തേനുണ്ട് ഇതിൽ. കടുകിൻ്റെ സീസണായി കഴിയുമ്പോൾ ഇവിടെ വന്ന് കൂട് കൂട്ടണം കേട്ടോ. ഇവിടെയൊക്കെ മൊത്തത്തിലൊരു 10-16 എണ്ണം കൂടുകളുണ്ട്. എന്നാലൊരു കൂട് അവിടെ പൊളിഞ്ഞട്ടി വീട്. അപ്പം നമുക്ക് വിടാം. ഇവിടുത്തെ പ്രിൻസിപ്പാളോടും സുഹൈലുദവിനോടൊക്കെ യാത്ര പറഞ്ഞ് പോവാം. ഇനിയൊരു തിരിച്ചു വരവ് ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറിക്കൊടുക്കാം. നമ്മൾ കുറേ ദിവസമായി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അതായത് 10ാം ക്ലാസ്സിലാണ് ഉള്ളത് പറഞ്ഞിട്ട് ചന്ദ്രന് ഒന്നാണ് വിചാരിച്ചോ. ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പോയാലോ? വളരെ സന്തോഷം. മനസ്സിലുള്ള കാണാം. ഇവിടെ ഇന്ന് പുതിയ അഡ്മിഷനുള്ള ഇൻ്റർവ്യൂ നടക്കണേ. പണ്ട് ഇതേപോലെ ഒരു ഇൻ്റർവ്യൂ ഞാനും പോയത്. ചക്ക പൂവല്ലേ? कितना पैसा चाहिए? സൂസി, എന്നാൽ അഥവാ ഇനി ബാർപെട്ട ആരും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇതാണ്ട് പോകും. കസ്ബൻ്റെ ബ്രാൻഡ് അംബാസഡർ. പോട്ടെ. എന്താ അവൻ്റെ ചിറി? 14,000 ഉദിച്ചാൽ മതി. പെട്ടെന്ന് ഞാൻ ഇത്തിക്കടുത്ത് വെച്ച് നോമ്പുറത്തോടെ പോകണം വിചാരിച്ചു നോക്കി. നിന്റെ പോക്കുകളൊക്കെ പെട്ടെന്നാവും. വലിയൊരു നല്ല യാത്രകൾ വരുന്നുണ്ടോ? ഇതോണേ ഇപ്പോൾ നല്ല ആംബിയൻസ് അല്ലേ? ഞാൻ വിളിക്കാം ദിവസിയാൽ. പട്ടം കൊടുക്കാനുള്ള പട്ടം കൊടുക്കാനുള്ള ഇവിടുത്തെ കുട്ടികളെ മെയിൻ ഗെയിം എന്താണ് പറയുക? പട്ടം പറപ്പിക്കൽ. അല്ല ക്രിക്കറ്റും ബോളും അല്ലാതെ അച്ചിട്ടളിയും കുയിക്കോട്ടിയൊന്നുമില്ല. പട്ടം ഇങ്ങനെ പറപ്പിക്കും. വൈകുന്നേരം മുഴുവൻ പട്ടവും മേൽക്കോക്കിയാൽ. സന്തോഷ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിട്ടുള്ളത്. ആസാമിൽ തന്നെയാണ്, വെസ്റ്റ് ബംഗാളിൽ എത്തിയിട്ടില്ല. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക? ഫുള്ള് കൃഷി. അതായത് ചോളം, തക്കാളി, പൊട്ടാറ്റോ, ഈ വക ഐറ്റംസൊക്കെ. ചോളമാണ് ഇപ്പോൾ സീസണ് തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ചോളം
പറിച്ചിട്ട് തലയിൽ ചുമടൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന കാണാം. ചോളത്തിന് തോട്ടം കാണുന്നുണ്ട് അവിടെ. भैया ये संतोषपुर है क्या? ये बार्ली है क्या? बार्ली इसका सीजन है अभी? हाँ ये शहर है ना ये वाला? ये वाला हाँ कौन सी खुटिया कुल लगा हाँ और टमाटो खुटी वाला हाँ इसका सीजन है क्या? समझा नहीं കുഴിച്ചിട്ടുള്ളി പ്രശ്നമില്ല. ഞാൻ പറയുന്നവർക്ക് മനസ്സിലാവില്ല. ഒരു ബംഗളാണ് സംസാരിക്കുന്നത്. മുളക് കാട്ടത് ഉണ്ടമുളക് കുറെ പറിച്ച് ഒഴിവാക്കിന്. കാണാൻ രസമില്ലായിട്ടോ. അവിടെ കുറേ പെണ്ണുങ്ങൾ മുളക് പറിക്കുന്നുണ്ട്. ആ മൂരി ആ പറിച്ച് നല്ല സെറ്റാക്കി വെച്ച് നിൽക്കുന്നത് ബക്കറ്റിൽ. ये तोटम आपका है क्या? गार्डन ये की नाम? मोरिस. हमारे तुंड बंगाल भाषा. किलो कितना? किलो हाउ मच? कितना किलो? 5 रुपया 1 किलो. 1 किलो 5 रुपये മുളകിന് മുതല പറ്റിയൊക്കെ. ആ മുളിൻ്റെ ഇടയിലൊക്കെ പോയി ഇരുന്നിട്ട് ആ ലാസ്റ്റത്തെ ആൾ വേറെ എന്തിനും ഇരിക്കുക. അവിടെ ചോളം ഉണ്ട് കേട്ടോ. അവിടെ ചോളം പുതിയ കണ്ട വിത്തിട്ടിട്ട് തോന്നുന്നുണ്ട്. ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോവാം. ഇതാണ് ചോളം. ഇത് കൊഴിച്ചിട്ടിട്ട് കുറച്ചായിട്ടുള്ളൂ. അതായി വരുന്നുള്ളൂ. അവിടെ ആയതുണ്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ₹5 കിലോനല്ലേ? ഈ സാധനം ഇവിടുന്ന് വണ്ടി കയറി നാട്ടിലെത്തുമ്പോൾ ഒരു സംഖ്യയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതാണ് ആയ ചോളം. ഞാൻ ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ ചോളത്തിൻ്റെ മരത്തുമ്മലുള്ളത് കാണുന്നത്. ഊട്ടി കൊടൈക്കനാലൊക്കെ ടൂർ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇതിനിടയിൽ കൂടി ഒരാൾ കയറിയാണ്ട് ഇതൊക്കെ തിന്ന് അടിച്ചിട്ടല്ല ഓടുന്നു. ഇതാണ് പരിപാടി അല്ലേ? ഇതൊരു മരത്തുമ്പോൾ ഒന്നുണ്ടാവുള്ളൂ. അല്ല ഈ പറിച്ചാണോ? ഒന്നെന്നെ ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ. തൊട്ട അപ്പുറം കാണുന്ന നെല്ലാണ്. മുളക്. കുറച്ച് അതിൻ്റെ മുന്നേ അവിടെ തക്കാളി ഉണ്ട്. വീട്ടില്ല ഞാൻ. ഇത് ഇന്ന് രാവിലെ പറിച്ച് കൊണ്ടുപോയി കൂട്ടിയിട്ടാണ്. ഒന്നല്ലല്ലോ ഒന്നും ഉണ്ടാവുക. അതുപോലെ ആവണ പറിക്കുക ചെയ്യുക. ഇന്ന് പറിച്ചു കൊണ്ടുപോയിട്ടാ. ഉണക്കാണ്ടി വെച്ചാട്ടോ. ഇത് സംഭവം മനസ്സിലായില്ലേ? ചോളാപ്പൊരി. എന്താ വില വെച്ച് നോക്കല്ലേ കിലോന്? कितना है किलो? दम कितना? ये वाला वही है ना? ये वाला ये इधर रखा. ചെറിയപ്പോ ഇത് ഇതാ. हाँ कितना है? ये आपको चाहिए? नहीं कितना है किलो? कितना है इधर? यहाँ कुंटल 1000 रुपया है. ഒരു കിൻഡലിന് 1000 रुपया.
एक कुंटल 1000 रुपया 1100 1200 ऐसे होता 1000 रुपये ഒരു കിൻഡലിന് 100 കിലോന് അപ്പോൾ 10 കിലോന് 100 रुपया किलोന് 10 रुपया ठीक है अच्छा ये उधर से लेके आया नहीं ये जब नहीं आना ये अभी नहीं हुआ है थोड़ा बाद में और कुछ दिन जाएगा अच्छा നമ്മളിവിടെ ഒരു എറുമ്പ് ഇതാ എന്നാൽ ശരി ബൈ കിലോ 10 ഗുവാഹത്തിയിൽ നിന്ന് വരുമ്പോൾ സിലിഗുരി പോവാതെ നേരെ നമ്മൾ ബീഹാർ കയറി കൊൽക്കത്ത വഴി വരുന്ന ഒരു റൂട്ടാണ് ഇട്ടത്. അതായത് എങ്ങനെ പോയാലും സിലിഗുരി കയറണം എന്നുള്ളതാണ് ഇത്രയും കാലത്തൊരു ധാരണ. പക്ഷെ അങ്ങനെയല്ല, വേറെ കുച്ച് ബിഹാർ വഴി റൂട്ട് ഉണ്ട് എന്ന് ഇപ്പോൾ നമ്മളെ സുഹൈലുദവി പറഞ്ഞു. ഞാനാണെങ്കിൽ എങ്ങനെ അടിച്ചു നോക്കിയിട്ടും സിലിഗുരി വഴി തന്നെ കാണിക്കുള്ളൂ. കാരണം ഒറ്റ റോഡാണ്, സിലിഗുരി വന്ന് ടച്ച് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അതല്ലാത്ത റോഡ് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ റോഡ് ഉണ്ടെങ്കിൽ ബൈക്കേഴ്സിനൊക്കെ നല്ല ഉപകാരപ്പെടും. കാരണം വലിയ വണ്ടിയും തിരക്കൊന്നും ചെയ്യാത്ത ഈ റോഡാണ്. സക്സസ് ആണെങ്കിൽ ആദ്യം ഞാനൊന്ന് പോയി നോക്കട്ടെ. സക്സസ് ആണെങ്കിൽ എല്ലാ റൈഡേഴ്സിനും ഉപകാരപ്പെടും. 40 കിലോമീറ്ററിൻ്റെ ഷോട്ട് ഉണ്ട് ഇതിനെ പോകുമ്പോൾ. നാടോടികളാണ് കേട്ടത്. നമ്മൾ മുമ്പ് സിൽച്ചറിൽ കണ്ടില്ലേനോ തേന് വിൽക്കണ നാടോടികൾ, നാടോടി കൂട്ടം, അതേപോലെ ടീമാണ്. നമ്മളവിടെ പോയി നോക്കും, ഒരിടത്ത് എന്തെങ്കിലും ചിലപ്പോൾ ഐറ്റംസ് ഉണ്ടാവും. ഒരു മോലിയരൊക്കെ നമുക്ക് തിരിച്ചു നോക്കാം. क्या घर है क्या उसका? घर है क्या उसका? ये बंगाल का रहने वाला है. ये बुद्धो बुद्धो ये खिला उला दिखाते हैं गांव में. अच्छा, उधर ये कुछ काम करता है और नहीं ऐसे ही सांप वगैरह है इनके पास, ताबीज वगैरह. और बंगाल से आता है? बंगाल ये मालदा. मालडा. हाँ मालदा. मालडക്കാരാണ്. मास्क ഒക്കെ ഉണ്ടല്ലോ കയ്യിൽ. इधर रखने के लिए, हाथ में पकड़ने के लिए नहीं है. वरना यहाँ मास्क इटिല്ല. अच्छा, कितना आप कितना लोग हैं उधर? यहाँ तो 18 या 19 ये तंबू है. तंबू. आदमी अच्छा, 40-50 ऐसे ही है. ये इनका कैसा जिंदगी चलाते हैं उसका? हाँ ऐसे ही इनका जिंदगी. उसका काम पूरा कैसा मिलेगा? अल्लाह ने ऐसे ही रोजी देता है.
दिक्कत होते है, बहुत परेशान। बहुत परेशान है। इधर दुकान है क्या बच्चे के लिए थोड़ा मिठाई के लिए है। दुकान है? ये दुकान है। चलो आ जाओ। वाड़ा, आपका नाम क्या है? हाँ, मुंदिरियो मुनीरुल। मुनीरुल बाकी कितने कहाँ है? बाकी कहाँ है? बस मुनीरुल। ये क्या है, खाने का है? മുനീറുൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കിയില്ല, അവിടെ ഉള്ളൂ. मुनीर को रोज़ा नहीं है आज? हाँ, वो എങ്ങനെ ഇതിനുള്ളിൽ കിടന്നുറങ്ങുക? ये घर है क्या? ये सोता है इसका अंदर? ഇതിനുള്ളിൽ കിടന്നുറങ്ങൂല്ലോ ഒരു. ഉള്ളിൽ തന്നെ കിച്ചണും എല്ലാ സംഭവങ്ങളും ഉണ്ട്. കറണ്ടൊക്കെ ഉണ്ടല്ലോ. ये बच्चे लोग के देना, आसपास हमें बच्चा लोग को देना. सब बच्चा के हाँ, अभी का हो ना उधर, वही दे उधर, गुनो दे भाग करे दे उधर दिया ना, इसमें से दे दो उसको. ना भाग करे दे भाग करे सबको देना. മൂത്ത് നോക്കാൻ വയ്യ. ये किसका है? आड़? हाँ, वो बच्चों को देना. हाँ मोनू, आदमी लोग कहाँ है? झगड़ा मत करना, झगड़ा मत करना. ये आदमी लोग कहाँ है इसका? सबाई ग्राम में करता है. क्या काम करता है? शिंगा लगाए, पुका फैलाए. क्या क्या? शिंगा पुका मादा दाद. अच्छा, पुका बात बेटा. शाम को आएगा? बांग्ला हिंदी तो बुझी ना, बांग्ला बोले. आप बांग्लादेश से आया? हमारे बाड़ी कोलकाता. कोलकाता? हाँ. अच्छा, कोलकाता ना, कोलकाता. ये आप एक ही जगह में ऐसे ही रुकेगा और चलेगा? আমরা এখানে এদিন উদার ইডা কইরে नहीं যাবো গারে খায়. अनकबारी कहाँ? বাড়ি কলকাতা. कोलकाता. আরে সাহায্য দিলে আর কিছু সাহায্য দিবি না? हाँ, আমাদের আর কিছু সাহায্য দিবি না? গরিব লোক আমরা. शाही হ্যাঁ, সাহায্য. नहीं रोजा है ना? আমরা তো রোজা, বাচ্চারাও রোজা. এই বাচ্চাগুনি হলো রোজা. अच्छा, বাচ্চাদের পোশাক টুশাক ঈদের মতন দিবি না? रोजा पकड़ा? হ্যাঁ, রোজা. আমরা কলো কিনতে পারি না. हाँ, টাকা নাই বেশি আমাদের. तो बांग्ला आता नहीं है हमको. বাংলা জানিস না? नहीं. একজন লোক নিয়ে আসবে, বাংলা কথা যে বলবে জানবে, তাকে নিয়ে আসবে, আমরা বলবো, আপনার কানে সব দেবে. বললাম আমি তো ঈদ আসবে, ঈদের দিন বাচ্চাদের পোশাক কিনে দিবি. পয়সার লেগে আমরা, রুপিয়ার লেগে আমরা কিনতে পাই না. হিন্দি জানিস? हिंदी जानी? नहीं, उधर उस्ताद को हिंदी जानी, मैं उसको पूछेगा. হ্যাঁ, ঠিক আছে. हाँ हाँ, এই যে রোজা এসে বললি, রোজার ঈদ আসবে, বাচ্চাদের পয়সার লেগে কিছু কিনে দিতে পারবো না. ये रोजा खोलने के लिए मैं उस्ताद का पास पैसा देगा. উস্তাদ আসেই তো না আমাদের এখানে, একজন কেউ আসে না. তো কিছু বুঝি না. रोजा इफ्तार. ও দাদা, ছায় বনা তিয়ার বসা. তিয়ার ইন্দে বসা. नहीं, वो रख रे चलता है, मैं रख रे. अच्छा, ये आपका घर है?
ഇവലെന്താ പറഞ്ഞെന്നുള്ളത് മനസ്സിലായി. ഇത് ബംഗ്ലാ അറിയുന്ന പോലെ ഒന്ന് തർജ്ജമ ചെയ്ത് തരണേ. കൊൽക്കത്തയിൽ നിന്നാണ് ഇവർ വന്നത്. കൊൽക്കത്ത സേന. स्कूल भी नहीं है, कुछ भी जाता नहीं है आज स्कूल बंद है. स्कूल कहाँ है? ഇവര് പുറത്ത് വന്നാണെങ്കിൽ ഇവർ ഇവിടെ സ്ഥിര താമസക്കാരാണ് കേട്ടോ. ഇന്ന് സ്കൂൾ ബന്ദാണ് എത്ര ഇവലെ. അമ്പാ कोयंगिटा घर क्या पर है? घर केरला पर. हाँ আরো দেখলাম তো ওদিকে গেল বাইক নিয়ে পাহাড়ের দিকে এটা কি ভিডিও হচ্ছে? ভিডিও उधर क्या है पीछे गाँव है क्या? ये पाथर है. हाँ पाथर तो बिक्री करता है हम लोग. पाथर पाथर पतूर. अच्छा शूटिंग चल रहा है. वीडियो हो रहा है. अच्छा आप स्कूल जाके आते हैं अभी नहीं काम के लिए? ये पाथर बिक्री करता है 11 में पतूर बिक्री करना नहीं. गाँव गाँव घूरता है. गाँव गाँव गाँव. अच्छा ഉസ്താദേ ഇവിടെ നിൽക്കാൻ അറിയുന്നു. പക്ഷെ സമയം ആകെ ഉച്ചയായിട്ടുള്ളൂ. വൈകുന്നേരം വരെ ഓടുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സിലിഗുരി എത്താൻ പറ്റില്ലെങ്കിലും കുച്ച് ബിഹാർ എവിടെയെങ്കിലൊക്കെ എത്താം. വെറുതെ നിന്ന് നേരം പോക്കണ്ടല്ലോ. ഇവരെ പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് വന്നാണെങ്കിലും ഇത് പുറമ്പോക്ക് സ്ഥലത്ത് അതൊക്കെ ബ്രഹ്മപുത്രൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ചെറിയ കുടിയിലൊന്നും പറയാൻ പറ്റില്ല. അതിനെക്കാട്ടി ചെറിയൊരു മറച്ചിട്ടിട്ട് ഇവർ താമസിക്കുകയാണ്. പക്ഷെ ഇവരെ മക്കളൊക്കെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. സ്കൂളിൽ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അറിയില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് അറിയില്ലല്ലോ. പക്ഷേ സ്കൂൾ 10 കിലോമീറ്റർ അപ്പുറമാണ്. നടന്നൊക്കെയാണ് പോകലെന്നാണ് പറയുന്നത്. വളരെ എന്താ പറയുക, കുട്ടികൾ ഭയങ്കര കഷ്ടപ്പാടാണ്. ഇതുപോലത്തെ വരുന്ന വഴിയിലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെന്താ വെച്ചാൽ എന്തെങ്കിലും ചെറുത് കഴിയുന്നത് ചെയ്തു കൊടുക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലും. നമുക്ക് ഇത്ര പൈസ വേണം, അത്ര വേണം, ഓപ്പറേഷനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓലെ സങ്കടം പറയാണ്. ഓൽക്ക് പിന്നെ ഇതേമാതിരി വല്ലപ്പോഴും ആൾക്കാർ ആരെങ്കിലുമൊക്കെ വന്നാൽ ഓലോട് പറയില്ലാതെ വേറെ ആരോടും പറയാം. അപ്പോൾ എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാന്നേ ഉള്ളൂ. എന്നാലും പട്ടിണി കിടക്കാൻ പാടില്ല. പട്ടിണി കിടക്കുന്ന കുട്ടികളെ കണ്ടുകൂടാ. വലിയ ആൾക്കാരത്ത് പോട്ടെ, ചെറിയ മക്കളുണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ. നൂറ് കിലോമീറ്റർ ഓടിയാൽ കുച്ച് ബിഹാർ എത്തും. അപ്പം കുച്ച് ബിഹാർ ഒരു 3 ആകുമ്പോൾ എത്തിയാലും നമുക്ക് സിലിഗുരി കിഷൻഗഞ്ച് റൂട്ടിൽ ഇങ്ങനെ കുറച്ച് പോവാം. എവിടെയാണ് എടുത്ത് വെച്ചാൽ അവിടെ സ്റ്റേ ചെയ്യാം. ചോളം ഉണക്കാൻ ഇട്ടാട്ടത് 2 സൈഡിലുണ്ട് റോഡിൻ്റെ. അപ്പം കിഷൻഗഞ്ചിൽ എത്തിയിട്ടുണ്ട് ഞാൻ. സിലിഗുരി ഇന്ന് സ്റ്റേ ചെയ്യാനാണ് ഇനി പദ്ധതി. പക്ഷേ സിലിഗുരി കഴിഞ്ഞ് കിഷൻഗഞ്ചിലെത്തി. ആദ്യമായിട്ടാണ് നമ്മൾ വിചാരിച്ചതിലും അപ്പുറത്തുന്നത്. സിലിഗുരി എത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത്. അത് മാത്രമല്ല ആദ്യമായിട്ടാണ് 2 സ്റ്റേറ്റ് കവർ ചെയ്യുന്നത്. ആസാമും അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാളും. പിന്നെ ഒരു വിഷയം എന്താ പറയുക വെച്ചാൽ ബാക്ക് പാക്കർ സുധി എന്ന് പറഞ്ഞൊരു വ്ളോഗർ ഈ ഏരിയയിൽ ഉണ്ട്. 2 ദിവസം മുമ്പ് ആളിനെ വിളിച്ചിനി, ബന്ധപ്പെട്ടിനി.
പിന്നെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആത്മാർത്ഥത്തോട് കൂടിയിട്ട് വ്ളോഗുകൾ കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പം സുധിക്ക് വേണ്ടത്ര സപ്പോർട്ടും വ്യൂസും ഒന്നുമില്ല. അപ്പോൾ എന്തായാലും സുധീൻ്റെ ചാനലിൽ കയറിയിട്ട് വീഡിയോ കാണണം. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. അപ്പം യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള മുതൽ സുധീൻ്റെ ചാനലിലുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് സുധീനെ കാണാം. സുധീൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സുധീൻ്റെ വീഡിയോസിൻ്റെ അഭിപ്രായം പറയുക. അതേപോലെ തന്നെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരെ പാമ്പോത്താതൊക്കെ വേണ്ടി നമ്മളെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ നമ്മൾ പറഞ്ഞിനി ആസാമിൽ നിന്ന് വരുമ്പോൾ ഗുവാഹട്ടിയിൽ നിന്ന് വരുമ്പം സിലിഗുരി പോവാതെ നേരെ കിഷൻഗഞ്ച് കൊൽക്കത്ത അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ കൊച്ച് ബിഹാർ വഴി വന്നാൽ മതി. ആ റോഡ് സക്സസ് ആണ്. കാരണം ഞാനിപ്പോൾ അതിലാണ് വന്നത്. നല്ല റോഡാണ്. വേറെ ആരും വലിയ വണ്ടികളും തിരക്കും വെപ്രാളൊന്നും ഉണ്ടാവില്ല. നമുക്ക് പാട്ടൊക്കെ പാടി ഇങ്ങനെ പോരാം. പിന്നെ 50 കിലോമീറ്റർ വ്യത്യാസം എന്ന് മാത്രമല്ല, വേറെ വണ്ടികളും തിരക്കുകളൊന്നും ഇല്ലാതെ നേരെ ബംഗ്ലാദേശിൻ്റെ ബോർഡർ സൈഡിൽ കൂടി ഇങ്ങനെ ബംഗ്ലാദേശ് കണ്ടുകൊണ്ട് പോരാം. അപ്പം എന്നാൽ പിന്നെ ഞാൻ പോയി നാളെ നേരത്തെ വരാം. ബൈ.